പെരും ആൾ എഴുതിയിരിക്കുന്നത് രമേശൻ പ്ലാത്തൂരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ആദ്യമായാണ് ഞാൻ വായിക്കുന്നത്. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് എനിക്ക് രാമായണത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് വായിക്കുന്നത് തന്നെ രാമൻ നല്ലവനാണ്, ദുഷ്ടനായ രാവണൻ എന്നൊക്കെയുള്ളൊരു മുൻവിധിയോടുകൂടിയായിരുന്നു. എന്നാൽ വായന തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു കുട്ടി രാവണനോട് നമുക്ക് സഹതാപം തോന്നി തുടങ്ങും. പിന്നീട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മൂലം രാവണന് സ്ത്രീലമ്പടൻ എന്ന പദം കിട്ടുന്നതും അതിലേറെ സ്വന്തം സഹോദരനായ വിഭീഷണൻ്റെ വിടുവായത്തരം മൂലം രാവണൻ മറ്റുള്ളവരുടെ മുൻപിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതും ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും പലപ്പോഴും ആ തെറ്റുകളിലേക്ക് കൂപ്പുകുത്തി വീഴുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ലങ്കയെയും രാവണനെയും ഉപേക്ഷിച്ച് വിഭീഷണൻ രാമപക്ഷത്ത് ചേരുന്നു. സീതാപഹരണത്തിന് കാരണമാകുന്നത് സഹോദരി ശൂർപ്പണഖയ്ക്കേറ്റ അപമാനമായിരുന്നു. സീതയെയും കൊണ്ട് ലങ്കയിലേക്ക് വന്നതിന് ശേഷം രാവണൻ സീതയെ വരുതിയിൽ വരുത്താനായിട്ട് പല അടവുകളും പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ അവസാനം വരെ സീത രാവണനെ പുച്ഛത്തോട് മാത്രമേ കാണുന്നുള്ളൂ. സീതയ്ക്കേറ്റ ഈ അപമാനം പിന്നീട് അങ്ങോട്ട് യുദ്ധത്തിന് കാരണമാകുന്നു. യുദ്ധപേരി മുഴങ്ങുന്നു. സുഹൃത്ത് വലയത്തിലെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ബാലിയും പ്രഹസ്തനും മഹോദരനും മക്കളായ അക്ഷകുമാരനും അതികായനും മേഘനാഥനും സഹോദരനായ കുംഭകർണനും സഹോദരപുത്രരായ കുംഭനും നികുംഭനും എല്ലാം രാവണന് വേണ്ടി, അല്ലെങ്കിൽ സീതയെ വിട്ടുകൊടുക്കാൻ കഴിയാത്ത രാവണൻ്റെ പിടിവാശിക്ക് വേണ്ടി യുദ്ധത്തിൽ ജീവൻ ത്യജിക്കുന്നു. ലങ്കയ്ക്കും ഒപ്പം രാവണനും ഈ ഒരു ദുർഗതി വന്നത് സീതാദേവിയെ അപഹരിച്ചത് മൂലമാണെന്നും ആ തെറ്റ് തിരുത്തണമെന്നും രാമനോട് സന്ധി ചെയ്യണമെന്നും മുത്തച്ഛനും ധന്യമാലിയും അങ്ങനെ മറ്റു പലരും പല വിയോഗങ്ങൾക്കിടയിലും രാവണനോട് പറയുന്നുണ്ട്. പക്ഷേ വിധിച്ചതെല്ലാം സംഭവിച്ചേ തീരൂ എന്നാണല്ലോ. അവസാന അധ്യായങ്ങളിൽ രാവണൻ്റെ തകർച്ചയും തോൽവിയും ഒക്കെയാണ് കാണിക്കുന്നത്. ലങ്ക എരിയുമ്പോഴും ഗർഭിണിയായ മന്ദോദരി മാനഭംഗത്തിന് ഇരയാകുമ്പോഴുമെല്ലാം നമ്മുടെ മനസ്സ് നീറും. രാവണനോടൊപ്പം നമ്മളും ഉള്ളിലെങ്കിലും ഒന്ന് കരയും. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും കാലം മനസ്സിലുണ്ടായിരുന്ന രാമൻ്റെ വീരരൂപം ശരിക്കും തകർന്നുടഞ്ഞു. അതിലുപരി രാവണനൊന്ന് ജയിച്ചിരുന്നെങ്കിലെന്ന് മനസ്സ് ശരിക്കും ആഗ്രഹിച്ചു. ഓരോ വിയോഗത്തിനു ശേഷവും മതിയാക്കൂ രാവണ എന്ന് ഞാനും ഉരുവിട്ടു. നമ്മളെല്ലാം കേട്ട് വളർന്ന കഥയാണെങ്കിൽ കൂടി അതിന് വളരെ വ്യത്യസ്തമായ ഒരു തലം ഈ ബുക്കിലൂടെ ശ്രീ രമേശൻ പ്ലാത്തൂർ സമ്മാനിക്കുന്നു. രാവണനെയും ചമേലിയെയും ബാലിയെയും സീതയെയും ചിത്രാംഗിയെയും ഒക്കെ എന്ത് ഭംഗിയിലാണെന്നോ അദ്ദേഹം വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ചും MDയുടെ രണ്ടാം മൂഴം അതിനെങ്ങനെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചും എല്ലാം പിൻകുറിപ്പിൽ വിശദമായി പറയുന്നുണ്ട്. പെരുമാളിനെ ഇത്ര ശക്തമായി എന്നാൽ വായിക്കുന്നവർക്ക് എല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത് പോലെ ആർദ്രമായി പുനർസൃഷ്ടിക്കാനായി അദ്ദേഹം നടത്തിയ ഗവേഷണവും ചെറുതൊന്നുമല്ല. അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി അങ്ങോട്ട് രാവണനെ പെരും ആളിനെക്കുറിച്ച് തെല്ല് സ്നേഹത്തോടെയും സഹതാപത്തോടെയും അല്ലാതെ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കും നല്ലൊരു വായനാനുഭവമാകട്ടെ.